നാഥ് തന്നെ നോക്കാതെ മറ്റെങ്ങോ നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന കാശിക്ക് അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ജെസ്സി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. അവളുടെ വിളി കേട്ടിട്ടും അവനെ തിരിഞ്ഞു നോക്കാനോ ആ വിളി കേട്ടതായി ഭാവിക്കാനോ കാശി മുതിർന്നില്ല. അവൾക്ക് അരികിലേക്ക് കുറച്ചു മാറി നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ ചാരി അവരെ തന്നെ ഉറ്റുനോക്കുകയാണ് കൃഷ്ണയും ജോബിനും. ഒഴിഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. കാശിയും ജെസ്സിയും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കുന്നത് വള്ളിപ്പടർപ്പുകളാലും ചെറിയ ചെറിയ വൃക്ഷങ്ങളാലും നിറഞ്ഞ ഒരു വലിയ ഗർത്തത്തിലേക്കാണ്. നാഥ് പ്ലീസ്, എന്നെ ഒന്ന് നോക്ക്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. പക്ഷേ എന്നോടിങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ. ഞാൻ ചിലപ്പോൾ ചങ്കു പൊട്ടി മരിച്ചു പോവും. ജെസ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളിൽ നിന്ന് കരച്ചിലുകൾ പുറത്തേക്ക് വന്നു. അവൾ കരയുന്ന ശബ്ദം കാതിൽ പറഞ്ഞെങ്കിലും കാശി അവളെ നോക്കാൻ കൂട്ടാക്കിയില്ല. ജോബിനും ജോയലും കൃഷ്ണയും അവളെ വേദനയോടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കാര്യത്തിൽ വക്കാലത്തുമായി കാശിക്കരിയിലേക്ക് പോകാൻ അവർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. നാഥ്, എന്തെങ്കിലും ഒന്ന് പറയടാ. എന്നെ ഒന്ന് തല്ലുകയെങ്കിലും ചെയ്ത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് താഴേക്ക് ചാടും. അവസാന ശ്രമമെന്നോണം ജെസ്സി വാശിയോടെ പറഞ്ഞു. ചാകടി പുല്ലേ. പിന്നെ എനിക്ക് വേണ്ട. ഇന്നോളം ഒന്നും നിന്നോട് ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടായില്ല. നിന്നോട് ആദ്യമായി എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറയുമ്പോഴും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ പിറകിലുള്ള സത്യങ്ങൾ നീ അറിഞ്ഞിരിക്കണമെന്ന്. കിച്ചു ജോയിച്ചനോട് എല്ലാം മറച്ചു വെച്ചപ്പോഴും ഞാൻ നിനക്ക് മുന്നിൽ എല്ലാം വെളിപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ നീ ചെയ്തതെന്താ? ഇത്ര വലിയൊരു കാര്യം നീ എന്നിൽ നിന്ന് മറച്ചില്ലേ? എനിക്ക് മുന്നിൽ അഭിനയിച്ചില്ലേ? ഇപ്പോൾ നീ എനിക്ക് അത്ര വിലയെ തന്നിട്ടുള്ളൂ. മതി, ഇനിയെല്ലാം മതി. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. കാശിനാഥൻ്റെ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റമുണ്ടാവില്ല. കാശിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ജെസ്സിയുടെ അടുത്തു നിന്ന് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഈ ജീവനും വേണ്ടെന്നത്. നിന്റെ ആഗ്രഹം പോലെ ഞാൻ പൊയ്ക്കോളാം. കാശിയെ നോക്കിക്കൊണ്ട് തന്നെ പിറകിലേക്ക് ചുവട് വെച്ചുകൊണ്ട് ജെസ്സി പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുകയായിരുന്നു. ജെസ്സി, കൃഷ്ണ ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഓടി വന്നു. അടുത്തേക്ക് വരരുത് കിച്ചു. അടുത്ത് വന്നാൽ ഞാൻ ഉറപ്പായും താഴേക്ക് ചാടും. ഇവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇവൻ ഇനി എന്നെ വേണ്ടാന്ന്. പിന്നെ ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കേണ്ടത്? ഈ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒന്നിനു വേണ്ടി മാത്രമേ ഞാൻ വാശി പിടിച്ചിട്ടുള്ളൂ. അത് ഇവന് വേണ്ടിയായിരുന്നു. ആ ഇവന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ മാത്രം എന്തിനാ? അവസാനിപ്പിക്കാം നാഥ്. എല്ലാം ഞാൻ തന്നെ അവസാനിപ്പിക്കാം. പറയുന്നതിനോടൊപ്പം അവൾ ഒരു ചുവടുകൂടി പിന്നിലേക്ക് വെച്ചു. കൃഷ്ണയും ജോബിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നുപോയി. കാശിയുടെ ഉള്ളും ഒന്ന് കിടുങ്ങി. ജെസ്സി പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവന് ഉറപ്പായിരുന്നു. കാശി അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നുപോയി. അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് അവനും ഭയന്നു. പക്ഷേ പ്രതികരിക്കാൻ മനസ്സ് അനുവദിച്ചില്ല. അവൻ അവളിൽ നിന്ന് കുറച്ചു മാറിയാണ് നിൽക്കുന്നത്. അവളുടെ ശ്രദ്ധ മാറുന്ന സമയം നോക്കി അവളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവൻ. ജെസ്സി, വേണ്ട മോളെ. അവൻ നിന്നെ കളിപ്പിക്കാൻ വെറുതെ പറഞ്ഞതല്ലേ. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. ജോയൽ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതവൻ പറയട്ടെ. ഞാൻ ചെയ്തത് തെറ്റാണെന്നല്ലേ അവൻ പറഞ്ഞത്. ജിബിച്ചൻ ഹോസ്പിറ്റലിലുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കൊന്നു കളയില്ലായിരുന്നു എല്ലാവരും ചേർന്ന്. പിന്നെ എനിക്കും ഇവൾക്കും ഒക്കെ ആരാ ഉള്ളത്? ജിബിച്ചനെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അത് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ ഞാൻ പറയാത്തതായി കുറ്റം. പറഞ്ഞല്ലോ ഇപ്പോൾ. എന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾ? കൊല്ലായിരുന്നില്ലേ? എന്തേ ചെയ്തില്ല? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയ മനസ്സലിവ് തന്നെയാണ് അന്ന് എനിക്കും തോന്നിയത്. അതിനപ്പുറം ഒരു സിമ്പതിയും എനിക്ക് ജിബിച്ചനോട് തോന്നിയിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ ഞാൻ മാത്രം കുറ്റക്കാരിയായി. ആയിക്കോട്ടെ, ഞാനെല്ലാം ഏറ്റെടുത്തോളാം. എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടായി ജെസ്സി ഇനി വേണ്ട. കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് ജെസ്സി പിറകിലേക്ക് തിരിഞ്ഞ് കുഴിയിലേക്ക് ചാടാൻ തുടങ്ങി. ഡീ! അവളുടെ ശ്രദ്ധ തിരിഞ്ഞ സമയം നോക്കി ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് പിറകിലേക്ക് വലിച്ചുകൊണ്ട് കാശി അവളുടെ കവിളിലേക്ക് കൈവീശി അടിച്ചു. ആ! അവൻ്റെ അടി കൊണ്ട് അവൾ പുറകിലെ പുൽത്തകിടിയിലേക്ക് തെറിച്ചു വീണു. ജെസ്സി! കൃഷ്ണ വേഗം ചെന്ന് അവളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. ജോയലും ജോബിനും അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. കാശി ഇപ്പോഴും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്ന മുഖത്തോടെ കൈ ചുരുട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ടും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ആയപ്പോൾ കാശി വേഗത്തിൽ ചെന്ന് കൃഷ്ണക്കരികിൽ നിന്ന് ജെസ്സിയെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് തനിക്കടുത്തേക്ക് നിർത്തി. എന്താടി, ചാകണോ നിനക്ക്? എന്നാ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് നീ ചാവ്. അല്ലെങ്കിൽ തന്നെ നീ എന്നെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. നെഞ്ചിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് കീറി മുറിക്കുകയല്ലേ. കൊല്ലടി, എന്നെ കൊല്ല ആദ്യം. അവളെ പിടിച്ചുലിച്ചുകൊണ്ട് കാശി ദേഷ്യത്തോടെ മുരണ്ടു. മറിച്ചൊന്നും ആലോചിക്കാതെ ജെസ്സി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാശിയെ ആഞ്ഞു പുണർന്നു. എന്നോട് ക്ഷമിക്കുന്ന, പറ്റിപ്പോയി. എനിക്ക് മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. കൊലയ്ക്ക് കൊടുക്കാൻ മനസ്സ് വന്നില്ല. കൂടപ്പിറപ്പായി പോയതുകൊണ്ടാ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. എന്നോട് ക്ഷമിക്കുന്ന. അവനിലെ പിടി അയച്ചുകൊണ്ട് അവൾ അവൻ്റെ കാലിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു. ജെസ്സി, എഴുന്നേക്ക്. നീ എന്തായി കാണിക്കുന്നത്? അവളുടെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വേദനയോടെ പറഞ്ഞു. അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട്
ജെസ്സി നിലത്തേക്ക് ബോധം മറിഞ്ഞു വീണു. ജെസ്സി! ഞെട്ടലോടെ വിളിച്ചുകൊണ്ട് കാശി നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അവളെ നിലത്തു നിന്നും വാരിയെടുത്ത് മടിയിലേക്ക് കിടത്തി. ജോയലും ജോബിനും കൃഷ്ണയും അവർക്കൊപ്പം നിലത്തേക്കിരുന്നു. എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും ജെസ്സി ഉണർന്നില്ല. ജെസ്സി, കണ്ണു തുറക്കടി! കാശി തൻ്റെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ തട്ടി വിളിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്ന് അവളുടെ കവിളിലേക്ക് വീണു ചിതറി. നാഥ്! അവൻ്റെ കണ്ണുനീരിൻ്റെ നനവ് കവിളിൽ അറിഞ്ഞതും അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. ജെസ്സി മോളെ! അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കാശി ഒന്ന് വിതുമ്പിപ്പോയി. ഒപ്പം അവൻ്റെ ചുണ്ടുകൾ പുഞ്ചിരിക്കുകയും ചെയ്തു. ജെസ്സി പതിയെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്നെ വേണ്ടാന്ന് പറയല്ലേ നാഥ്. എനിക്ക് പറ്റില്ലടാ നീയില്ലാതെ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ കൈ ചുറ്റി പിടിച്ചു. എനിക്കതിന് കഴിയൂടി ജാൻസി റാണി, അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ കുറുമ്പോടെ പറഞ്ഞു. ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. ജിബിൻ്റെ കാര്യം ഇതിനോടകം തന്നെ കുരിശിങ്കലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ ജീവനോടെ ഉണ്ടെന്ന് അല്ലാതെ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ആരോടും പറയാൻ ജോയലും ജിബിനും തയ്യാറല്ലായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ കൃഷ്ണയും ജെസ്സിയും ആ രഹസ്യം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. അവനെക്കുറിച്ച് കൂടുതലൊന്നും ആരും അറിയാൻ മുതിർന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ജിബിൻ എന്ന വ്യക്തിയെ അതിനോടകം തന്നെ കുരിശിങ്കലുള്ളവർ എല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ റോസിയും ജോസഫും അവനില്ലായ്മയിൽ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അന്നൊരു ഞായറാഴ്ച ദിവസമാണ്. പതിവുപോലെ തന്നെ സേവ്യർ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് പത്രം വായനയിലാണ്. അയാൾക്കടുത്തായി തന്നെ മറിയവും ഇരിപ്പുണ്ട്. പത്രം വായിക്കുന്നതിനിടയിൽ മറിയത്തോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സേവ്യർ. എന്നതാ ഇവിടെ? രണ്ടാളും കൂടി രാവിലെ തന്നെ പരദൂഷണം തുടങ്ങിയോ? അവരുടെ സംസാരം കേട്ട് അവിടേക്ക് വന്നുകൊണ്ട് ജെസ്സി കുറുമ്പോടെ ചോദിച്ചു. ഒന്ന് പോടി കൊച്ചെ, നാണമില്ലേ നിനക്ക്? ഞങ്ങൾ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറി വരാൻ. പത്രം മാറ്റിവെച്ചുകൊണ്ട് സേവ്യർ ജെസ്സിയെ നോക്കി പുച്ഛിച്ചു. അയ്യ, ഒരു കെട്ടിയോനും കെട്ടിയോളും, പറയുന്നത് കേട്ടാൽ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതിയ ചെക്കനാണെന്ന്. നാണമില്ലേ കിളവ ഈ 80-ാം പക്കത്തിലും ഇങ്ങനെ ഇരുന്ന് കൊഞ്ചി കൊഴയാൻ? സേവ്യനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ജെസ്സി ചോദിച്ചു. നിന്റെ അപ്പനാടി 80 ആയത്? ഞാനിപ്പോഴും പഴയ 28കാരൻ നസ്രാണി തന്നെയാ. സംശയമുണ്ടെങ്കിൽ നിന്റെ വല്യമ്മച്ചോട് ചോദിച്ചു നോക്ക്. ഗമയോടെ പറഞ്ഞുകൊണ്ട് സേവ്യർ ഷോൾഡർ ആമിലെ മസിൽ ഉരുട്ടി കാണിച്ചു കൊടുത്തു ജെസ്സിക്ക്. അയാളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ജെസ്സിയും മറിയവും ഉറക്കെ ചിരിച്ചുപോയി. എവിടെ മസിൽ? ഇത് മൊത്തം എല്ല് മാത്രമല്ലേ ഉള്ളൂ. പല്ല് കൊഴിഞ്ഞ ഷാറൂഖ് ഖാനെ കുഴിയിലോട്ട് എടുക്കാറായ എല്ലുപിടി കിളാനാണ് എന്നെ മസിൽ കാണിക്കുന്നത്. ഒന്ന് പോ കാർന്നോരെ. ജെസ്സി അയാളുടെ കയ്യിൽ തെളിഞ്ഞു കാണുന്ന എല്ലിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് അയാളെ പുച്ഛിച്ചു തള്ളി. നീ നോക്കിക്കൊടി പിശാചേ, ഇതിന് പ്രതികാരമായി നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം കണ്ടിട്ടേ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോകൂ. അല്ലെങ്കിൽ നീ എൻ്റെ പേര് പട്ടിക്കിട്ടോ? ആഹാ, അല്ല പിന്നെ, ജെസ്സിയോട് വാശിയോടെ പറഞ്ഞുകൊണ്ട് സേവ്യർ പിണങ്ങിയിരുന്നു. അയ്യടാ, കാർന്നവർക്ക് ഫീലായല്ലോ. ദേ നോക്കിയേ വല്യമ്മച്ചി, കണ്ണൊക്കെ നിറഞ്ഞു. ജെസ്സി അയാളെ കളിയാക്കി. ഇവളെ ഇന്ന് ഞാൻ. ജെസ്സിയുടെ കളിയാക്കൾ സഹിക്ക വയ്യാതെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവളെ തല്ലാനായി ഓടിച്ചു സേവ്യർ. തല്ലി കൊള്ളാതിരിക്കാൻ ജെസ്സി ഉമ്മറത്ത് നിന്നും ചാടിയിറങ്ങി മുറ്റത്തേക്ക് ഓടി. അപ്പോൾ തന്നെ ഗേറ്റ് കടന്ന ഒരു വണ്ടി അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു. ഓഹ്, എത്തിയല്ലോ ശകുനികൾ. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് ജെസ്സി ദേഷ്യത്തോടെ പെറുപിറുത്തു. എന്താ ജെസ്സി നിന്റെ മുഖം വാടിയത്? ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേ നിനക്ക്? തങ്ങളെ കണ്ട് ഭാവം മാറിയ ജെസ്സിയുടെ മുഖത്തേക്ക് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ജാൻസി ചോദിച്ചു. പിന്നെ പെരുത്ത് ഇഷ്ടമായി. കയറി വന്നാട്ടെ. ഇപ്പോൾ സമാധാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അത് തല്ലിക്കെടുത്താനുള്ള പ്ലാനുകൾ മെനഞ്ഞിട്ടാവുമല്ലോ അല്ലേ ഈ വരവ്? ജാൻസിയെയും അവർക്കൊപ്പം നിൽക്കുന്ന പോൾസനെയും നോക്കി കളിയാക്കും പോലെ പറഞ്ഞുകൊണ്ട് ജെസ്സി അവരിൽ നിന്ന് മുഖം തിരിച്ചു. അവളെപ്പോലെ തന്നെ സേവ്യറിൻ്റെയും മറിയത്തിൻ്റെയും മുഖവും ഒട്ടും തെളിഞ്ഞിട്ടില്ല. ജാൻസിയും പോൾസണും പരസ്പരം നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് ലെവിൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പ്രതീക്ഷിക്കാതെ അവനെ കണ്ടപ്പോൾ ജെസ്സിയുടെ മുഖം ഒന്ന് വിടർന്നു. ആഹാ, ലെവിച്ചനും ഉണ്ടോ? ഇതെന്നാ പറ്റി? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ. ജെസ്സി അവനെ ഒന്ന് ആക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ വയറിലേക്ക് കൈ ചുറ്റി ഇടിച്ചു. ആ എടി കുരുട്ടെ, നിനക്കത് എന്തിൻ്റെ കേടാ? ഞാൻ തിന്നതെല്ലാം ഇപ്പോൾ പുറത്ത് വന്നേനെ. അവളുടെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് ലെവിൻ വയറൊഴിഞ്ഞു. വാ വാ, ഈ മുറ്റത്തുനിന്ന് കാല് കഴിക്കണ്ട. ജാൻസിയെയും പോൾസനെയും പാളി നോക്കിക്കൊണ്ട് ജെസ്സി ലെവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് കാറിൽ നിന്ന് മറ്റൊരാൾ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയ ജെസ്സി വണ്ടിയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയ ആളെ കണ്ട് തൻ്റെ സർവ്വനിയന്ത്രണവും നഷ്ടപ്പെട്ടതുപോലെ ലെവിൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു. ഇവൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ നാശം പിടിച്ചവളെ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? തന്നെ പരിഭ്രാന്തിയോടെ നോക്കി നിൽക്കുന്ന ലിയയെ കണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ അലറിക്കൊണ്ട് ജെസ്സി അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. എടി, അലറിക്കൊണ്ട് അവൾ ലിയയുടെ കഴുത്തിൽ പിടിമുറുക്കി. ആ
അവളുടെ പിടിയിൽ ശ്വാസം എടുക്കാൻ കഴിയാതെ ലിയ കാറിലേക്ക് ചാഞ്ഞു നിന്നുപോയി. അയ്യോ മോളെ! ജാൻസി വേഗം ലിയയ്ക്ക് അടുത്തേക്ക് ഓടിച്ചെന്നു. ജെസ്സിയുടെ പ്രവൃത്തിയിൽ എല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി. ജെസ്സി! പുറത്തേക്ക് പോകാനായി ഇറങ്ങി വന്ന ജോബിൻ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. അവൻ ഓടിച്ചെന്ന് ജെസ്സിയെ ലിയയിൽ നിന്ന് വേർപെടുത്തി തന്റെ കൈക്കുള്ളിൽ ഒതുക്കി നിർത്തി. അപ്പോഴാണ് ശബ്ദം കേട്ട് അകത്തുനിന്ന് എല്ലാവരും അവിടേക്ക് എത്തിയത്. ജെസ്സി! എന്താ ഇത്? നീ ഇതെന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ജോബിൻ ജെസ്സിക്ക് നേരെ ശബ്ദമുയർത്തി. ഇച്ചായ, ഇവൾ എന്ത് ധൈര്യത്തിലാ ഈ മുറ്റത്ത് കാലുകുത്തിയത്? നമ്മുടെ കിച്ചുവിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് കൂട്ടുനിന്നവളല്ലേ ഇവൾ? തനിക്കുള്ളിൽ കുമിഞ്ഞുകൂടുന്ന ക്രോധത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ ജെസ്സി ദേഷ്യത്തോടെ മുരണ്ടു. എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ കൃഷ്ണയും ജോയലും. 100,000 നോവുകൾ ഉള്ളിലുണ്ടെങ്കിലും എല്ലാവരോടും ക്ഷമിക്കാൻ കഴിഞ്ഞത് മറക്കാനും പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു അവരിരുവരുടെയും മനസ്സ്. കൃഷ്ണയെ ഉമ്മർത്ത് നിർത്തിക്കൊണ്ട് ജോയൽ ജെസ്സിക്ക് അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ജെസ്സി, ആരോടും ദേഷ്യവും പകയും ഒന്നും വേണ്ട. എനിക്കും കൃഷ്ണയ്ക്കും ഇല്ലാത്ത ഒരകൽച്ചയും ഇവരോട് ഇവിടെയുള്ള മറ്റാർക്കും വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഈ തറവാട് ഇവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടേക്കുള്ള ഇവരുടെ വരവിനെ തടയാൻ എനിക്കോ നിനക്കോ അവകാശമില്ല. വഴി മാറിക്കൊടുക്ക്. അവർ അകത്തേക്ക് കയറട്ടെ. എല്ലാത്തിനും ഒരു പരിഹാരമെന്നതുപോലെ ജോയൽ ജെസ്സിയെ തടഞ്ഞു. അവന്റെ വാക്കുകൾ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് ജെസ്സി ആരെയും നോക്കാതെ അവളെ പിടിച്ചിരുന്ന ജോബിന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പാഞ്ഞു. ജെസ്സി! അവളുടെ പോക്ക് കണ്ട് കൃഷ്ണ അവളെ വിളിച്ചെങ്കിലും അത് കേട്ടതായി ഭാവിക്കാതെ അവൾ അകത്തേക്ക് പോയി. അവളുടെ ഉള്ളിലെ ദേഷ്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. നോക്കിലിയ, ജെസ്സിയെ ഇപ്പോൾ ഞാൻ തടഞ്ഞു എന്നുള്ളത് നേരാണ്. പക്ഷേ പഴയതുപോലെ എൻ്റെ പെണ്ണിൻ്റെ നേരെ നിന്റെ ചെറുവിരലെങ്കിലും ഇനി അനങ്ങിയാൽ അരിഞ്ഞു തള്ളും നിന്നെ ഞാൻ. അത് മനസ്സിൽ കുറിച്ചുകൊണ്ട് വേണം നീ ഈ പടി കടന്ന് അകത്തേക്ക് കയറാൻ. താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് ജോയൽ തിരിഞ്ഞു നടന്നു. ലിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും തന്നെ ഒരു കുറ്റവാളിയായി കണ്ടു കഴിഞ്ഞുവെന്ന് അവൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി. അല്ലെങ്കിലും താൻ കുറ്റവാളി തന്നെയാണ്. റയാനൊപ്പം ചേർന്ന് കൃഷ്ണയെ കൊല്ലാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവളുടെ വയറ്റിൽ തുടച്ചിരുന്ന ആ കുഞ്ഞു ജീവന് റയാന്റെ വാക്കും കേട്ട് ഒരു നിമിഷമെങ്കിലും താൻ ആഗ്രഹിച്ചിരുന്നില്ലേ? അപ്പോൾ താൻ കുറ്റവാളി തന്നെയല്ലേ? സ്വന്തം മാതാപിതാക്കളെയും എന്തിന് സ്വന്തം മാനം പോലും മറന്ന് ഒരു അന്യപുരുഷനൊപ്പം കിടക്കമട്ടിട്ട പങ്കിട്ട തനിക്കിനി എന്ത് അന്തസ്സാണ് ഇനി ബാക്കിയുള്ളത്? ഇവരുടെയൊക്കെ കൂടെ നിൽക്കാനുള്ള യോഗ്യതയെങ്കിലും തനിക്കുണ്ടോ? മനസ്സാൽ സ്വയം ചോദിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടിപ്പോയി ലിയ. അവളെ ഒന്ന് നോക്കിയ ശേഷം ദേഷ്യത്തോടെ മുഖം തുറിച്ചുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. ജാൻസിക്കും പോൾസണിന് പോലും അവളോട് അപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. ജോയിൽ നിന്ന് കൃഷ്ണയെ അകറ്റണമെന്നല്ലാതെ അവളെയോ കുഞ്ഞിനെയോ നശിപ്പിക്കണമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല അവരും. തൻ്റെ മകൾ ഇത്ര വലിയൊരു നീചപ്രവൃത്തിക്ക് കൂട്ടുനിന്നുവെന്നത് അറിഞ്ഞപ്പോൾ അവൾക്കും അവരോട് വെറുപ്പ് തോന്നി. നിർത്തടി നിന്റെ അഭിനയം. ആരെ കാണിക്കാനാ നീ ഇങ്ങനെയൊന്ന് മോങ്ങുന്നത്? ഉള്ളിൽ തിളച്ചു മറിയുന്ന ക്രോധത്തോടെ ജോബിൻ ലിയയ്ക്ക് നേരെ മുരണ്ടു. അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം അകത്തേക്ക് പോയിരുന്നു. അവനോട് പറയാൻ ലിയയ്ക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മിണ്ടാതെ തലകുനിച്ച് നിന്ന് കരയാനല്ലാതെ അവൾ ഒന്നും പറഞ്ഞില്ല. എന്താടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ആരെങ്കിലും കൊല്ലാനുള്ള ഗൂഢാലോചനയായിരുന്നെങ്കിൽ നിന്റെ നാവ് നല്ല ഉച്ചത്തിൽ പൊന്തിയനെയല്ലോ. ഇപ്പൊ എന്താടി മിണ്ടാത്തത്? ഇനിയും കൊല്ലണോ നിനക്ക് ഞങ്ങളുടെ കൊച്ചിനെ? ജോബിന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നോട് പോർക്കണം ജോയിച്ചായ. അറിയാതെ പറ്റിപ്പോയതാ. ജോയിച്ചായനെ എനിക്ക് നേടിത്തരാമെന്ന് പറഞ്ഞു മമ്മി എന്നിൽ വാശി നിറച്ചപ്പോൾ അറിയാതെ എന്തെല്ലാമോ ചെയ്തു പോയി ഞാൻ. അല്ലാതെ വേണമെന്ന് കരുതി ചെയ്തതല്ല ഒന്നും. എല്ലാം തെറ്റായിപ്പോയി. മമ്മിയുടെ വാക്ക് കേട്ട് നിങ്ങളോടൊക്കെയുള്ള സ്നേഹവും അടുപ്പവും കുറയ്ക്കാൻ പാടില്ലായിരുന്നു ഞാൻ. തെറ്റ് പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ കളിച്ചു നടന്ന ആ പഴയ ലിയയെ ആഗ്രഹിച്ചു പോകുക ഞാൻ. ഇനി ഒരിക്കലും അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കൊതിച്ചു പോകുന്നു അങ്ങനെ ഒരു മടങ്ങി വരവിനായി. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മമ്മിയും പപ്പയും പോലും എന്നെ വെറുത്തു കഴിഞ്ഞു. ആരെയും ദ്രോഹിക്കാനല്ല ഇവിടേക്ക് വന്നത്. കൃഷ്ണയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്നും പോകും. പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. ആരെയും ശല്യം ചെയ്യുകയില്ല. കൃഷ്ണയോടൊന്ന് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം ഇച്ചായ. അല്ലെങ്കിൽ ഈ ജന്മം സമാധാനം കിട്ടില്ല എനിക്ക്. ജോബിന് മുന്നിൽ കൈകൂപ്പി അയച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ലിയ. അവളുടെ വാക്കുകളിൽ പഴയ കള്ളവും കാപട്യവും ഇല്ലെന്ന് അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ നിന്ന് തന്നെ ജോബിന് മനസ്സിലായി. അവളെ ഇനിയും വേദനിപ്പിക്കാനും കുത്തിനോവിക്കാനും എന്തുകൊണ്ടോ അവന് തോന്നിയില്ല. ഒന്നും മിണ്ടാതെ അവൻ അവളിൽ നിന്ന് മിഴികൾ വെട്ടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഈ ജന്മം കഴിയോ കർത്താവെ ഇവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണാതെ മറച്ചുകൊണ്ട് ഉള്ളാൽ തേങ്ങി ജോബിൻ്റെ ഹൃദയം.